വാർത്തകളിലേക്ക്. പുതുവർഷം ചിലർക്ക് പ്രതീക്ഷകളുടേതാണ്, മറ്റു ചിലർക്ക് അതിജീവനത്തിന്റേതും. വിധിയെ തോൽപ്പിക്കാൻ അക്ഷരങ്ങളെ കൂട്ടുപിടിച്ച കാസർഗോഡ് തൃക്കരിപ്പൂരിലെ ശശിധരന്റെ ജീവിതം പുതുവർഷത്തിലും പ്രതീക്ഷയുടേതാണ്. ഡിസംബർ മാസത്തിലെ ബുധനാഴ്ച ശശിധരനെ തെങ്ങ് ചതിച്ചു. ജീവിതത്തിന്റെ പച്ചപ്പ് തേടി തെങ്ങിലേക്ക് കയറിയ ശശിധരൻ വീണു. വിധി വീഴ്ത്തിയെങ്കിലും ശശിധരന്റെ മനസ്സ് തളർന്നില്ല. 4 ചുവരുകൾക്കുള്ളിലായി കേഴുന്നു നാഴിക മണികളും എന്നും സാക്ഷിയായി. 4 ദിക്കുകൾ കാണാനോ കഴിയാതെ നാളുകൾ എണ്ണി കഴിയുന്നു ഞാനും. മരുന്നും വൈദ്യലോകവും ശശിധരനെ കൈവിട്ടപ്പോൾ അക്ഷരങ്ങൾ കൂട്ടുകൂടി. ശശിധരൻ വിധിയെ തോൽപ്പിക്കാൻ കവിതകൾ എഴുതി. ഇന്ന് 47 കവിതകൾ എഴുതിയ കവിയാണ് ഈ തൃക്കരിപ്പൂരുകാരൻ. ഞാൻ വായിക്കുന്നതോടൊപ്പം എഴുതാനും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ കവിതകൾ ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അവർ ബുക്കെല്ലായിട്ട് പുതുതായിട്ടൊരു ബുക്കെല്ലായി പ്രസിദ്ധീകരിച്ച് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആരെങ്കിലും ബന്ധപ്പെട്ടവർ എന്നെ സഹായിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നാട്ടുകാരും സന്മനസ്സുള്ളവരും സഹായിച്ചപ്പോൾ വീടെന്ന സ്വപ്നം പൂവണിഞ്ഞു. മനസ്സോ ശരീരമോ വേദനിക്കുമ്പോൾ അക്ഷരങ്ങളെ ശശിധരൻ ഓർമ്മിപ്പിക്കും. തളരരുത്. വിണ്ണിനും പാരിനും മധ്യേ കിടക്കുവാൻ വിധിയാണു പോലും എന്ന് പഴമൊഴി. വീണിതല്ലോ കിടക്കുന്നു ഞാനും വീരപുരുഷൻ ഭീഷ്മരെ പോലവേ. ജീവിതം തളരാനുള്ളതല്ല, നേടാനുള്ളതാണെന്ന് പുതുവർഷത്തിൽ ഓർമ്മിപ്പിക്കുന്നു കവിയായ ശശിധരൻ. ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.